അമൽ, കേൾക്കാമെങ്കിൽ പ്രതിഷേധമൊക്കെ അവസാനിച്ചോ? രജീഷ, നിലവിൽ ആ പ്രതിഷേധ പരിപാടികൾ അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും പ്രവർത്തകരെല്ലാം പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ മാത്രമാണ് കുറച്ച് പ്രവർത്തകരുള്ളത്. കുറച്ച് BJP-ക്കാർ കൂടി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഷോൺ ജോർജ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ എന്തായാലും ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് സ്ഥലം മാറിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് തൊട്ട് പിന്നിൽ കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ നിന്നിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ആ പോലീസ് വാഹനം തടഞ്ഞിട്ടത്, പ്രവർത്തകർ കുത്തിയിരുന്നത്. ആ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എന്തായാലും ആ പ്രവർത്തകരെല്ലാം പിൻവാങ്ങി. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രകടനം. പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു പോകുന്ന വഴിയിലും ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ല, വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്ന പ്രവർത്തകരും പിരിഞ്ഞുപോയി. പ്രവർത്തകരോട് പിൻവാങ്ങണമെന്നൊരു നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. നാളെ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൗതുകത്തോടെ നോക്കിക്കാണുന്നത്. കാരണം ഏതു തരത്തിലുള്ള സമരമാർഗവും പരീക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇന്നിപ്പോൾ തുടക്കഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പ്രതിഷേധമായിരുന്നുവെങ്കിൽ പിന്നീടത് UDF-ൻ്റെ പ്രതിഷേധമായി മാറി. ഇപ്പോൾ BJP-ക്കാർ കൂടി പ്രതിഷേധത്തിന് ഈ രാത്രി ഈ സമയമാകുമ്പോൾ പോലും ഒരു പ്രതിഷേധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ്. ആളെണ്ണത്തിൽ വളരെ കുറവാണ്. അതിനാൽ തന്നെ പോലീസിന് അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കാം. എങ്കിലും ഒരു റോഡ് ഉപരോധം എന്നുള്ള തരത്തിലേക്ക് BJP-ക്കാർ കൂടി ഇപ്പോൾ നീങ്ങുന്നു, ഈ ഒരു സമയത്ത് നീങ്ങുന്നു എന്നുള്ളതാണ്. അത്ര ഗൗരവമുള്ള വിഷയമാണ്, വൈകാരികമായ വിഷയമാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ട വിഷയമാണ്. ഇത് ഇവിടെ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിനാൽ തന്നെ അതിനെ വളരെ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ കാണുന്നു എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറയുന്നത്. അവിടെ വന്നുപോയ CPM നേതാക്കളാണ് എങ്കിൽ കൂടി അപകടം അത്യന്തം ദാരുണം എന്ന് അവരും പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ പരിശോധന വേണമെന്ന് പറയുന്നുണ്ട്. നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാണ്. അതിനാൽ തന്നെ വൈകാരികമായുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. നാളെ മലപ്പുറം. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പ്രവർത്തകർ പ്രതിഷേധിച്ചതിന് ശേഷം ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുകയാണ്. അതേസമയം വരും ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഈ വിഷയം മുൻനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ UDF നേതൃത്വം നൽകിയിരിക്കുന്ന ആഹ്വാനം. 15 വയസ്സുകാരനാണ്. അങ്ങനെ 15 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥി, 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വിദ്യാർത്ഥിയുടെ ജീവനാണ് പന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നഷ്ടപ്പെട്ടത്.